ഒരുപാട് സുഖസൗകര്യങ്ങളുള്ളതാണ് നാം ജീവിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലെ കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. എപ്പോഴെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. ഈ കഥ നമ്മെ അതിനെ പറ്റി ഓർമ്മിപ്പിക്കണം. അപ്പോഴിനി കഥയിലോട്ട് കടന്നാലോ? ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടത്തിനൊത്ത ഭക്ഷണം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ധനവാന്. അയാളുടെ പടിവാതിൽക്കൽ ലാസർ എന്ന പേരുള്ള പാവപ്പെട്ട ഒരു മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിന് ആകെ വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളിൽ നായ്ക്കൾ വന്ന് നക്കും. പാവം ലാസർ. ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണു. എന്തെങ്കിലൊന്നും കിട്ടാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കും. ധനവാനാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. മാലാഖമാർ വന്നു ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാന് മരിച്ചു. പക്ഷേ ധനവാൻ പോയത് എവിടേക്കെന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോഴുണ്ടല്ലോ അങ്ങ് ദൂരെ അബ്രാത്തന മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മളുടെ ലാസർ. ഉടനെ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ, എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഒന്ന് ഇങ്ങോട്ട് നയിക്കണമേ. ഞാൻ ഇവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങ് കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ ലാസറിന് കഷ്ടതകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്ക് നടുവിൽ വലിയൊരു ഗർത്തവുമുണ്ട്, പിന്നെ എങ്ങനെ വരാനാ? ഇത് കേട്ടപ്പോൾ ധനവാൻ പറഞ്ഞു, അങ്ങനെങ്കിൽ ലാസറിനെ എന്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാതെ രക്ഷപ്പെടട്ടെ. മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കും. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർ അപ്പോൾ അതനുസരിക്കട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, ലാസറിനെ പോലെ നമ്മൾ സ്വർഗത്തിലേക്ക്